ആമേൻ. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഒരിക്കൽ കൂടെ ചേർത്ത് വായിക്കാം. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഇതിൽ അധികമായി വരുന്നത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഈ വചനത്തിൽ കൂടി വെളിപ്പെടേണ്ട വചനങ്ങൾ അവരവർ ഗ്രഹിക്കത്തക്കവണ്ണം വെളിപ്പെട്ട് കിട്ടുവാനായി കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ആത്മാർത്ഥ മനോഭാവത്തോടുകൂടി സമർപ്പണത്തോടുകൂടി ദൈവസന്നിധിയിൽ ആര് വിനയപ്പെടുന്നുവോ അവരെ കാണുന്ന സ്വർഗത്തിൽ ദൈവം. പ്രൈസ് ദി ലോർഡ്. നാം ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ വൃഥാവായിട്ടല്ല ആയിരിക്കുന്നത്. നാം ഓരോരുത്തരും ഇപ്പോഴും സ്വർഗീയ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. എത്ര പേര് വിശ്വസിക്കുന്നത്? നാം ഇപ്പോഴും എപ്പോഴും സ്വർഗീയ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ആ നിരീക്ഷണത്തിൽ നമ്മെ ആക്കി വെച്ചുകൊണ്ടാണ് ഈ മത്തായി സുവിശേഷം 5-ാം അധ്യായം 37-ാമത്തെ വാക്യവും കർത്താവ് യേശുക്രിസ്തുവിന്റെ വായിൽ കൂടി വെളിപ്പെട്ടതിനെ വിശുദ്ധ മത്തായി എഴുതി രേഖപ്പെടുത്തിയത് നമുക്കിവിടെ വായിക്കാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ഇവിടെ ഇപ്രകാരമാണ് കാണുന്നത്. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിന് പുറമെ ഇതിന് അപ്പുറമായി വരുന്നത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാൻ ലേഖനം 1 യോഹന്നാൻ എഴുതിയ ലേഖനം വായിക്കുമ്പോൾ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം അവരോട് ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലോകം എന്താണ്? ദൈവം കൊടുത്തിരിക്കുന്ന പേര് ദുഷ്ടലോകം എന്നാണ്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനത്തിൽ പറയുകയും ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് വിടുതലിന് ശുശ്രൂഷ വെളിപ്പെടാനുള്ളത്. ഹല്ലേലൂയ. കേവലം ഈ ലോക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള വിടുതൽ മാത്രമല്ല, അതിനപ്പുറമായി ഈ ദുഷ്ടലോകത്തിൽ നിന്നും എന്ത് ചെയ്യണം? വിടുവിക്കപ്പെടണം. ഹല്ലേലൂയ. അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ 37-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ വായിലെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ഇരിക്കട്ടെ. അതിനപ്പുറമായി വരുന്നത് എവിടെ നിന്ന് വരുന്നു? ദുഷ്ടനിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദുഷ്ടനിൽ നിന്ന് വരുന്ന വാക്കുകൾ നിമിത്തം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പരാജയങ്ങൾ സംഭവിക്കുന്നു, എന്തെല്ലാം വീഴ്ചകൾ സംഭവിക്കുന്നു, എന്തെല്ലാം ഇടർച്ചകൾ സംഭവിക്കുന്നു, എന്തെല്ലാം വഴക്കുകൾ ഉളവാകുവാനിടയായിത്തീരുന്നു. ഭവനങ്ങളിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, രാഷ്ട്രീയത്തിലാകട്ടെ, ഏത് വിഭാഗത്തിലേക്ക് നോക്കിയാലും ആമേൻ സ്തോത്രം, ദുഷ്ടനിൽ നിന്ന് വരുന്ന വാക്കുകൾ നിമിത്തമാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉളവാകുവാനിടയായിത്തീരുന്നത്. ഹല്ലേലൂയ. അതെല്ലാത്തിനും ഒറ്റ മൂലി എന്നവണ്ണം നമ്മളൊരു പോംവഴി കർത്താവ് പറയുന്നത് നിങ്ങളുടെ വായിലെ വാക്ക് എന്തായിരിക്കണം? ഉവ്വ് ഉവ്വായിരിക്കണം, ഇല്ലാത്തത് ഇല്ല എന്നായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ മുകൾ ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ സ്തോത്രം. സത്യം കള്ളസത്യം ചെയ്യരുത്, കള്ളം പറയരുത് എന്നൊക്കെ സ്തോത്രം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് താഴോട്ട് വന്നിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ വായിലെ വാക്ക് ഉവ്വ് ഉവ്വെന്നും ഇല്ല ഇല്ല എന്നും ഇരിക്കട്ടെ. അപ്പോൾ അതിനപ്പുറമായി വരുന്നത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൽ 1-ാം വാക്യം അതിനോട് ചേർത്ത് വായിച്ചു മടങ്ങി വരാം. വ്യാജ വർത്തമാനം പരത്തരുത്. അമ്മ വ്യാജ വർത്തമാനം പരത്തരുത്. കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോടുകൂടെ ചേരരുത്. അവിടെ പറയുന്നു കള്ളസാക്ഷിയായിരിക്കാൻ ആരോട് ചേരരുത്? ദുഷ്ടനോടുകൂടെ ചേരരുത്. ഇത് ആർക്ക് എഴുതിയത്? ലോകത്തിലായിരിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടിയാണ്. അപ്പോൾ തന്നെ പ്രത്യേക ദൈവത്തിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയാണ് എഴുതപ്പെട്ടത്.
എന്നാൽ പ്രത്യേകിച്ചും ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് വേണ്ടിയും കൂടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ചേർത്ത് വായിക്കുമ്പോൾ വ്യാജവർത്തമാനം പരത്തരുത്. അതാണ് മത്തായി സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്നത്. ഉവ്വ് ഉവ്വ്. അപ്പൊ ഉവ്വ് ഉവ്വെന്ന് ഉള്ളത് ഉള്ളതുപോലെ, ഇല്ലാത്തത് ഇല്ലാത്തതുപോലെ. ഇല്ലാത്തത് ഇല്ല എന്ന് പറയണം, ഉള്ളതിനെ ഉണ്ടെന്ന് പറയണം. അതിനപ്പുറമായി വരുന്നത് വ്യാജവർത്തമാനമാണ്. വ്യാജവർത്തമാനം സ്വന്തത്തിൽ നിന്നല്ല വരുന്നത്, അത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. പ്രൈസ്തല്ലോ, പ്രൈസ്തല്ലോ. അപ്പൊ നമ്മുടെ ജീവിതത്തില് നിരവധി 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 വാക്കുകൾ ഉവ്വ് ഉവ്വല്ല എന്നും ഇല്ല ഇല്ല അല്ല എന്നും വരുന്നു. എന്ന് പറഞ്ഞാൽ സ്തോത്രം, നിരവധി വാക്കുകൾ കള്ളം പറയുന്ന അനുഭവങ്ങൾ വരാറുണ്ടോ? സ്തോത്രം, നിരവധി വാക്കുകൾ കള്ളം പറയുന്ന സ്തോത്ര അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ദുഷ്ടലോകത്തിൽ നമ്മൾ അനുരൂപരാണെന്നാണ്. ക്രൈസ്തലോ. അതിന് ഉദാഹരണമായി പറഞ്ഞ സ്കൂളുകളിൽ വിദ്യാഭ്യാസം പോകുന്ന കുഞ്ഞുങ്ങള് വിദ്യാഭ്യാസം സ്കൂളിൽ പോയതിന് പകരം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് വേണ്ടിയാ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. അതായത് പോകുന്ന എവിടെയാ? കളിക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയിരുന്ന് സമയം വേസ്റ്റ് കളയാനായിരിക്കാം, ഇല്ലെങ്കിൽ സിനിമ കാണാനായിരിക്കാം, മറ്റു പല വിഷയങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം. അപ്പോൾ പോകുന്ന എവിടെയാ? സ്കൂളിൽ എന്ന് പറഞ്ഞാൽ പോകുന്നത്, പക്ഷെ പോകുന്നത് മറ്റൊരു സ്ഥലത്താണ്. ഉദാഹരണമായി പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കണം. സ്തോത്രം. അപ്പോൾ സ്കൂളിൽ പോകുന്നെങ്കിൽ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ സ്കൂളിൽ പോകുന്നില്ല, ഇന്നടത്താണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് പോകണം. അതിനപ്പുറമായി പറയുന്നുവെങ്കിൽ അത് ദുഷ്ടനിൽ നിന്ന് വരുന്ന സ്വഭാവം എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, വാർദ്ധക്യത്തിലെത്തിയവർ വരെ സ്തോത്ര ഇങ്ങനെയുള്ള വ്യാജ വർത്തമാനങ്ങൾ പറയുന്നുവെങ്കിൽ അതെല്ലാം ആരിൽ നിന്ന് വരുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ക്രൈസ്തവ. അതൊരു ശുശ്രൂഷകന്റെ വായിൽ നിന്നായാലും, ഒരു വിശ്വാസിയുടെ വായിൽ നിന്നായാലും, ഒരു ശിഷ്യന്റെ വായിൽ നിന്നായാലും ഉള്ളത് ഉള്ളതായി ഇല്ലാത്തത് ഇല്ലാത്തതായി പറയുവാൻ നമ്മുടെ മനസ്സെപ്പോഴും വെമ്പൽ കൊള്ളണം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഏത് അനുഭവത്തിൽ കൂടിയാണ് പ്രശ്നം വന്നിട്ടുള്ളത്? ഉള്ളത് ഉള്ളതായി പറയാതെ, ഇല്ലാത്തത് ഇല്ലാത്തതായി പറയാതെ, ഇല്ലാത്തതിനെ ഉള്ളതായിട്ടും ഉള്ളതിനെ ഇല്ലാത്തതായിട്ടും പറഞ്ഞതിന്റെ പുറകിലല്ലേ നമ്മുടെ വീടുകളില്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് വിള്ളലുകൾ വന്നിട്ടുള്ളത്, പ്രയാസങ്ങൾ വന്നിട്ടുള്ളത്, വഴക്കുകൾ ഉണ്ടാകുവാനിടയായി തീർന്നിട്ടുള്ളത്, പിന്നെ അതിന് പ്രകാരം പിണക്കങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നിട്ടുള്ളത്. ക്രൈസ്തല്ലോ. അപ്പൊ ഇതെവിടുന്നാ വരുന്നത്? ദുഷ്ടനിൽ നിന്നാ വരുന്നത്. അത് ആർക്ക് അനുരൂപമാണ്? ഈ ലോകത്തിന് അനുരൂപമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ 1-ാമത്തെ വാക്യം 1, 2, 3 വാക്യം ചേർത്ത് വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ സ്തോത്രം, വ്യാജ വർത്തമാനം പരത്തുന്നവർക്ക്, കള്ളം പറയുന്നവർക്ക്, ഒന്നുകൂടെ എടുത്തു പറയാം, നുണ പറയുന്നവർക്ക് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാൻ കഴിയുമോ? ബുദ്ധിയുള്ള ആരാധനയ്ക്ക് പങ്കെടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ക്രിസ്ത്യാനികളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വ്യാജ വർത്തമാനങ്ങൾ പരത്തപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മോട് മറ്റുള്ളവരാകട്ടെ എത്രത്തോളം വ്യാജ വർത്തമാനങ്ങൾ പറയുന്നു, അത്രത്തോളം അവർ ഈ ലോകത്തിന് അനുരൂപരാകും. അറിഞ്ഞുമറിയാതെ നമ്മുടെ ജീവിതത്തിലും വ്യാജ വർത്തമാനങ്ങൾ ഉവ്വ് എന്നും ഇല്ല എന്നുമുള്ള വാക്കുകൾ വരുന്നുവെങ്കിൽ നമ്മൾ ഓർക്കണമേ, നമ്മളിപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലല്ല, നമ്മളിപ്പോൾ ദുഷ്ടന്റെ സാന്നിധ്യത്തിലാണെന്ന് ഓർക്കണം. ഹല്ലേലൂയ. ഇതെന്തിനാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത് ചോദിച്ചാൽ, ഇതെല്ലാം തിരുവചനത്തിലൂടെ പരിശുദ്ധാൻ ഓർമ്മപ്പെടുത്തുക. എന്തിനാ? നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയാ. ഈ പരാജയത്തിന് പരിഹാരമാരാണ്? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതിന് വേണ്ടിയാ പാപികളെ രക്ഷിപ്പാൻ ക്രിസ്തുവേശു
ഭൂമിയിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഹല്ലേലൂയ. ക്രിസ്തുയേശു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ് എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മുടെ ജീവിതത്തിലുള്ള ബലഹീനതകൾക്ക് പരിഹാരം വരേണ്ടതിന് പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടി നമ്മോട് ഇടപെടാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടെ നമ്മോട് ഇടപെടണം. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ ഏത് വിധത്തിലാണ് ഒന്നാമതായി ഇടപെടുന്നത്? വിശുദ്ധ യോഹന്നാൻ സുവിശേഷം ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് വന്നിട്ട് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. 16-ാം അധ്യായം 8, 9, 10 വാക്യം ചേർത്ത് വായിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും, ഹല്ലേലൂയ, അവിടെ വായിക്കുമ്പോൾ അവൻ വന്ന് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? സ്തോത്രം. അവിടെ അവൻ വന്ന് എന്നാണ്. അവിടെ അവൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനെയാണ് അവിടെ അവൻ എന്ന വാക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ അവനെന്ന് പറയുമ്പോൾ ആരുമാകാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ച് എന്ന് നമ്മൾ ചേർത്ത് വായിച്ചാൽ കുറച്ചുകൂടെ അത് ഉത്തരവാദിത്വമുള്ള വായനയാണ്. ഹല്ലേലൂയ. തർജിമയിൽ അവനെന്ന് അവിടെ രേഖപ്പെടപ്പെട്ടുവെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് വായിച്ചാൽ അത് കുറച്ചുകൂടെ ഉത്തരവാദിത്വമുള്ള വായനയാണ്. സ്തോത്രം. മാത്രമല്ല, സർവലോകത്തിന്റെ അടിമത്വത്തിലായിരിക്കുന്ന, പാപത്തിലായിരിക്കുന്ന നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം നമുക്ക് പാപബോധം തരുന്ന ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധ ആത്മാവിനെ അവൻ എന്ന് പറയുന്നതിലുപരി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്ന് പറയുന്ന എത്രയോ ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നിട്ട് പാപത്തെക്കുറിച്ച് ഒന്നാമതായി പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. സ്തോത്രം. അപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ് ഇവിടെ മത്തായി സുവിശേഷം 5-ാം അധ്യായം 37-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വായിലെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിന് അധികമായി വരുന്നത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അത് ആരാണ് നമുക്ക് ബോധം വരുത്തി തരുന്നത്? അത് തെറ്റാണെന്ന്. സ്തോത്രം. ഇല്ല ഇല്ല എന്ന് അവൻ ഉവ്വ് എന്ന് പറയാതെ അതിനപ്പുറമായി വരുന്നത് തെറ്റാണെന്ന് നമുക്ക് ബോധം വരുത്തി തരുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ബോധം വരുത്തി തന്നാൽ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കള്ളം പറഞ്ഞാൽ അത് പരിശുദ്ധന് ബോധം തരും. അത് കള്ളമാണ്, അത് സത്യമല്ല. പരിശുദ്ധന് ബോധം തരുമ്പോൾ അയ്യോ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അറിയാതെ കള്ളം പറഞ്ഞപ്പോൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോഴാണ് ആ യേശു ക്രിസ്തുവിൽ കൂടെ ആ മോചനം കിട്ടുന്നത്. ഹല്ലേലൂയ. ആ മോചനം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ വായ വാക്കും ഹൃദയത്തിലെ ധ്യാനവും അതിനുവേണ്ടി ജാഗരിക്കപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടനിൽ നിന്നുള്ള ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കേന്ദ്രീകരിക്കപ്പെടുകയില്ല. ദുഷ്ടനിൽ നിന്നുള്ള ആശയം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെടുകയില്ല. അതിനപ്പുറമായി ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. പാപത്തെ കുറിച്ച് ബോധം വരുത്തുക. സ്തോത്രം. അതിന് ഉദാഹരണമായി എടുത്തു പറഞ്ഞാൽ അവൻ സ്വന്തമായി സുവിശേഷം തന്നെ 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അനുഭവത്തെ ഒന്ന് വായിച്ച് ഒന്ന് കേൾപ്പിക്കുമ്പോൾ സ്വർഗസ്ഥനായ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിപ്പീൻ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്ത് ചെയ്യണം? ഭൂമിയിലുമാകണം. ആരെ കൂടിയാണ് ആകാനുള്ളത്? നമ്മിൽ ഓരോരുത്തരും കൂടിയാ. സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗത്തിൽ എന്താണുള്ളത്? നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ട്.
ഹല്ലേലൂയ. റോമർക്കെതിരെ വായിക്കുമ്പോൾ നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ട്. 14 അധ്യായം 17 വാക്യം ചേർത്ത് വായിക്കുമ്പോൾ ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല. മൈക്കുണ്ടെങ്കിൽ ഒരു മൈക്കൂടെ എടുത്ത് വെച്ചിരുന്ന കൊള്ളമായിരിക്കും. ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല. ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല. നീതിയും സമാധാനവും. ദൈവരാജ്യം എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. പരിശുദ്ധാത്മാവിൽ സന്തോഷം അത്രേ. ദൈവരാജ്യം എന്താണ്? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. അപ്പൊ ഈ 3 കാര്യവും അതോട് ബന്ധപ്പെട്ട ആത്മീയമായ കാര്യങ്ങളിൽ ചിന്തിക്കുന്നതിന് പകരം അതിനപ്പുറമായി ലോകപരമായ കാര്യങ്ങളും സ്വർഗീയമായ കാര്യങ്ങളും കൂടെ ചേർത്ത് ചിന്തിക്കുന്നത് അത് ദൈവികമല്ല എന്നാണ് പറയുന്നത്. അത് ദുഷ്ടനിൽ നിന്ന് വരുന്ന ചിന്ത എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവരാജ്യത്തിൽ ഉള്ളത് തന്നെ അങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ആത്മീയ വളർച്ച ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ആ റോമലേഖനം ഒന്നുകൂടെ വായിക്കുമ്പോൾ ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയവുമല്ല. ദൈവരാജ്യം എന്തല്ല? ഭക്ഷണമല്ല, പാനീയവുമല്ല. പിന്നെന്താണ്? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഇപ്പൊ സ്വർഗത്തിലെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് തിരിച്ചറിയാതെ പ്രാർത്ഥിച്ചാൽ ദുഷ്ടനിൽ നിന്നുള്ള പ്രാർത്ഥന നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയായിത്തീരും. അപ്പൊ ദൈവരാജ്യ അനുഭവത്തെ കുറിച്ച് ഗ്രഹിച്ചറിയാതെ നാം പ്രാർത്ഥിച്ചാൽ ദുഷ്ടനിൽ നിന്നുള്ള പ്രാർത്ഥന നമ്മുടെ അതിരത്തിൽ കൂടെ പുറപ്പെടുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അപ്പൊ ദൈവരാജ്യത്തിൽ എന്തുണ്ട്? നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ട്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൽ സന്തോഷവും സമാധാനവും നീതി പ്രാപിക്കത്തക്കവണ്ണം നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് ഊവെന്നാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയെ ഈ പരിശുദ്ധാത്മാവ് തന്നെ എന്ത് ചെയ്യും? നമുക്ക് ബോധം തരും. അത് ഉചിതമല്ല, അത് യോഗ്യമല്ലാത്ത പ്രാർത്ഥന വാക്കാണ് എന്ന് ബോധം തരും. ആ ബോധം തരുന്ന അവസ്ഥയ്ക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ തന്റെ ദൈവത്തിന് നാമം വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തോട് ഇടപെടുവാൻ ഇടയായിത്തീരുന്നത്. കരങ്ങൾ അയ്യോത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒരുപക്ഷെ ഒന്ന് കേൾക്കുമ്പോൾ മനസ്സിലായില്ലെന്ന് വരാം. ഒന്നും മനസ്സിലായില്ലെങ്കിലും, ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നാം അറിയാതെ നമ്മെ ഭരിക്കുന്ന ഈ ലോകത്തിലെ ദുഷ്ടതയുടെ ശക്തികള്, ഈ ലോകത്തിലെ ദുഷ്ടതയുടെ വ്യാപാര ശക്തികള്, അവൻ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന, നാം അറിയാതെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന, നാം അറിയാതെ നമ്മെ ചിന്തിപ്പിക്കുന്ന, നാം അറിയാതെ അവൻ നമ്മെ നയിക്കുന്ന, നാം അറിയാതെ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ ദുഷ്ടതയുടെ വ്യാപാര ശക്തികള് ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ അടിയറ വച്ച് അവനെ നിർമൂലമാക്കുവാൻ തക്കവല്ല ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ ദൂതന്മാര് ഈ സ്ഥലത്ത് ഇറങ്ങുകയും അവൻ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് കയറുകയും വീണ്ടും സ്വർഗത്തിലേക്ക് ദൂതവാഹിനിയായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത് അവൻ ദർശനത്തിൽ കാണുവാൻ, വെളിപ്പാടായി കാണുവാൻ, ആത്മനിറവിൽ കാണുവാൻ തക്കവല്ല ഇവിടെ ആയിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അവൻ കണ്ണുകൾ തുറക്കപ്പെടേണ്ടതിന്, ബാല്യക്കാരുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടതിന്, യൗവനക്കാരുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടതിന്, അവൻ വൃദ്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടതിന് യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന കാര്യത്തിൽ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ കരങ്ങളെ അടിച്ച് അന്യ ഭാഷയോടുകൂടെ ആ അത്ഭുത മന്ത്രിയായ ദൈവമായ നിത്യപിതാവായ സമാധാനത്തിന്റെ പ്രഭുവായ ആ സ്വർഗത്തിലെ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ കരമടിച്ച് സ്തുതിക്കൊണ്ടൊക്കെവണ്ണ് അന്യ ഭാഷയോടുകൂടെ അവൻ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് വൻ കൃപകളെ പ്രാപിപ്പാൻ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് പരിശുദ്ധാത്മാവിന്റെ ശക്തി വചനത്തിൽ കൂടി ആവരിക്കപ്പെടുവാൻ, അതിനെ കേൾക്കുന്നവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യപ്പെടുവാൻ, അതിനെ കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വചനത്തിൽ കൂടി പ്രവചിക്കപ്പെടുവാൻ തക്കവണ്ണം
ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് മഹത്വമേറിയ സാന്നിധ്യം തിരുവചനത്തിൽ കൊണ്ട് വെളിപ്പെടുവാൻ ദുഷ്ടതയുടെ വ്യാപാരങ്ങള് അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തില് തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടതയുടെ വ്യാപാര ശക്തികൾ നിർമൂലമായി മാറുവാൻ, ദൈവജനം വിടുവിക്കപ്പെടുവാൻ, ദൈവജനത്തിന്റെ ചിന്തകൾ ദൈവികമായി ശേഷിക്കപ്പെടുവാൻ, ദൈവജനത്തിന്റെ വാക്കുകൾ ദൈവികമായി ശേഷിക്കപ്പെടുവാൻ തക്കതായ ആത്മീയമായ ആത്മാവിന്റെ മുദ്രയുടെ അഭിഷേകത്തിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നാം വിചാരിക്കുന്നത് നനയ്ക്കുന്നതിൽ അത്യന്തപരമായി, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിൽ അത്യന്തപരമായി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വൻ പ്രവൃത്തി വെളിപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിൽ വൻ കൃപകൾ വ്യാപരിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ സ്പ്രെഡ് ചെയ്യപ്പെടണം, നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കപ്പെടണം, നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടണം. അതിനാണ് വചനം ചേർത്ത് വചനം വെളിപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ചേർത്ത് വായിക്കാം റോമർക്കെഴുതിയ ലേഖനം 5:17. ഒന്നുകൂടെ. ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യത്തിൽ എന്താണ് ശേഷിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. 119 സങ്കീർത്തനം 89 വാക്യം അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ, 119 സങ്കീർത്തനം 89 വാക്യം അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ, ദൈവമായ യഹോവേ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പൊ ഭൂമിയിൽ എന്താകണം? സ്വർഗത്തിൽ നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ട്. അപ്പൊ ഭൂമിയിൽ എന്താകണം? നീതി ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, പരിശുദ്ധാത്മാവിൽ സന്തോഷം ഉണ്ടാകണം. പിന്നെ സ്വർഗത്തിൽ എന്തുണ്ട്? ദൈവത്തിന്റെ വചനമുണ്ട്, സ്ഥിരമായിരിക്കുന്നു. സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഭൂമിയിൽ എന്ത് ചെയ്യണം? നിറയപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് ഇഷ്ടം എന്താണ്? ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണ്? സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. എങ്ങനെയാകും? സ്വർഗത്തെ പോലെ ഭൂമിയിലാകുവാൻ തക്കവണ്ണം നാം മനസ്സ് ഒതുക്കണം. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തുവിനെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്നത്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് മാനസാന്തരത്തിലേക്ക് വിളിക്കുന്നത്? സ്വർഗത്തെ പോലെ ഭൂമിയിലാകുവാൻ വേണ്ടി, നാം സാക്ഷ്യം പറയാൻ വേണ്ടി, നാം അതിന് സാക്ഷികളാകുവാൻ വേണ്ടി. അതിനുവേണ്ടിയാണ് നമ്മെ വിളിക്കുന്നത്. എവിടെ നിന്ന് വിളിക്കുന്നു? 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ചേർത്ത് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, അവൻ നമ്മെ അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കുന്നത്. എങ്ങനെ വിളിക്കുന്നത്? മാനസാന്തരത്തിലേക്ക് വിളിക്കുന്നത്. എവിടുന്നാ വിളിക്കുന്നത്? അന്ധകാരത്തിൽ നിന്ന്. ഈ ഭൂമി എന്താണ്? യെശയ്യാപ്രവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. 60-ാം അധ്യായം വായിക്കുമ്പോൾ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആരുടെ മേലെ? മനംതിരിയ മനസ്സുള്ളവരുടെ മേലെ, മനസ്സ് പുതുക്കുവാൻ മനസ്സുള്ളവരുടെ മേൽ. ആമേൻ, സ്തോത്രം എന്ന് അവരോട് പറയണം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യഹോവയുടെ തേജസ് എന്താണ്? തേജസ്സുള്ള സുവിശേഷമാണ്. ഹല്ലേലൂയ. ആരുടെ മേലാണ് ഉദിക്കുന്നത്? മനംതിരിയ മനസ്സുള്ളവരുടെ മേലാണ്. അടുത്ത ഭൂമിയിൽ എന്തുണ്ടെന്ന് അടുത്ത് പറയുന്നു, വായിക്കാം. അന്ധകാരം ഭൂമിയെയും ജാതികളെ മൂടുമ്പോൾ ഭൂമിയിൽ എന്തുണ്ട്? അന്ധകാരമുണ്ട്. അന്ധകാരം. കരങ്ങളെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഭൂമിയിൽ എന്തുണ്ട്? പ്രവാചകൻ ആത്മനിയോഗത്തിൽ പ്രവചിക്കുന്നു. ഭൂമിയിൽ എന്തുണ്ട്? അന്ധകാരമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഭൂമിയിൽ എന്തില്ല? പ്രകാശമില്ല. പിന്നെ എന്തുണ്ട്? അന്ധകാരമുണ്ട്. അതുകൊണ്ട് നമ്മൾ അന്ധകാരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കുക. എവിടുന്ന വിളിക്കുന്നത്? അന്ധകാരത്തിൽ നിന്നാ. എവിടേക്കാ വിളിക്കുന്നത്? അത്ഭുത പ്രകാശത്തിലേക്കാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനിടയിൽ അറിയേണ്ട കാര്യമാണ് പരിശുദ്ധാത്മ നിയോഗത്തെ നമ്മൾ അറിയാനുള്ളത്. അറിഞ്ഞില്ലെങ്കിൽ അത്ഭുത പ്രകാശത്തിലേക്ക് നമുക്ക് എത്തിച്ചത് അസാധ്യമായിരിക്കും.
ഹല്ലേലൂയ. അതുകൊണ്ട് വിളിക്കുന്നത് മാനസാന്തരത്തിലേക്ക് വിളിച്ചുകൊണ്ട് പറയുകയാണ്, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്ന് പ്രാർത്ഥിക്കാൻ. ക്രിസ്തീയ ജീവിതത്തിൽ സഭ സംഘടന വ്യത്യാസമല്ലേ? ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളിൽ എന്താണ് പ്രാർത്ഥിക്കുന്നത്? സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും ചിന്തയുണ്ടോ? എന്തെങ്കിലും അടുപ്പമുണ്ടോ? സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകുമെന്നൊക്കെ വേണ്ട നാം ദൈവസഭയിൽ അടുത്ത് ചെല്ലുന്നതെങ്കിൽ നമ്മുടെ വായിലെ വാക്ക് എങ്ങനെയിരിക്കും? ഉവ്വ് ഉവ്വ്, ഇല്ല ഇല്ല എന്നിരിക്കും. അതിനപ്പുറമായി ഈ ദുഷ്ടലോകത്ത് നിന്നുള്ള വാക്കേ വരൂ. നമ്മുടെ വായിലെ വാക്ക് ഉപ്പിനെ രുചി വരുത്തിക്കൊണ്ടിരിക്കും, അവ കൃപയോട് കൂടിയിരിക്കും. അതിനപ്പുറമായി ദുഷ്ടൻ നിന്നുള്ള വാക്ക് നമ്മൾ ശേഷിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, അരിഷ്ടത എന്ന് പറയട്ടെ, ഈ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ തന്നെ ശോധന ചെയ്ത് നോക്കിയാൽ ഈ ലോകത്തിന്റെ വാക്കുകൾ എത്രയോ നമ്മുടെ വായില് കയറി വരുന്നുണ്ട്. ഈ ലോകത്തിന്റെ വാക്കുകൾ എത്രയോ നമ്മുടെ വായില് കയറി വരുന്നുണ്ട്. ഈ ലോകത്തിന്റെ വാക്ക് എന്താണ്? അന്ധകാരമായ വാക്കാണ്. അന്ധകാര ഭൂമിയെയും കൂരിട്ട് എന്ത് ചെയ്യുന്നു? കൂരിട്ട് എന്ത് ചെയ്യുന്നു? ജാതികളെ മൂടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കൂരിട്ട് മൂടുന്നുണ്ടോ? എങ്ങനെ അറിയാൻ കഴിയും? സ്തോത്രം, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം എന്റെ വായിലില്ലെങ്കിൽ, എന്റെ ഹൃദയത്തിലില്ലെങ്കിൽ, എന്റെ ഹൃദയത്തിലും എന്റെ വായിലും ഇഹലോകത്തിലെ വാക്കിരിക്കും, ഇഹലോകത്തിലെ ചിന്തയിരിക്കും. ഇഹലോകത്തിലെ ചിന്തയും വാക്കും എന്താണ്? അന്ധകാരമാണ്, കൂരിട്ടാണ്. ഈ ലോകത്തിന്റെ വാക്കെന്താണ്? അന്ധകാരമാണ്, കൂരിട്ടാണ്. ഹല്ലേലൂയ. അതിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടണം. വിടുവിക്കപ്പെടാൻ വേണ്ടിയാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്, സ്തോത്രം, സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഒരു സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ട്? നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ട്. പിന്നെ എന്തുണ്ട്? സ്വർഗത്തിലേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമുണ്ട്. സ്തോത്രം, ഈ വക ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുമെന്നൊക്കെ വേണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന ഉവ്വ് ഉവ്വ് അല്ലെങ്കിൽ സത്യം സത്യം എന്നിരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ നൽവരങ്ങളെ പകർന്നു കൊടുക്കുവാൻ ദൈവത്തിന് ഇഷ്ടമാണ്. അത് പ്രാപിച്ചെടുക്കുവാൻ ഈ നാളുകളില് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്, ക്രമപ്പെടുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെ വിളിച്ചത് അന്ധകാരത്തിൽ നിന്നാണ്. നമ്മെ വിളിച്ചത് എവിടേക്കാണ്? അത്ഭുത പ്രകാശത്തിലേക്കാണ്. ഇതിനിടയിൽ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണം. അതിനുവേണ്ടി നമ്മൾ സാക്ഷിയായി മാറണം. അതിന് വിരോധമായി നിൽക്കുന്ന നമ്മുടെ അറിവില്ലായ്മകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ താഴ്ചകൾ, നമ്മുടെ വീഴ്ചകൾ എന്നെന്ന് വെളിപ്പെടുത്തി തരുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ദൈവത്തിൽ നിന്ന് അധികാരം ലഭിച്ചിരിക്കുകയാണ്. ആ അധികാരം നമ്മുടെ മേൽ ചെലുത്തുമ്പോൾ, ആ അധികാരം നമ്മുടെ മേൽ നിയോഗിക്കപ്പെടുമ്പോൾ അധികാരത്തിന് നമ്മൾ കീഴ്പ്പെട്ടു കൊടുക്കണം. അതാണ് ഏത് ദിവസവും പറയുന്നത്, അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കണം. ഏത് അധികാരത്തിന്? ഈ ലോകത്തിലെ ദുഷ്ട അധികാരത്തിനല്ല, പ്രത്യുത പരിശുദ്ധാത്മാവിലുള്ള നീതിയുള്ള അധികാരത്തിന് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. അങ്ങനെ കീഴ്പ്പെട്ടിരിപ്പാൻ തക്കവണ്ണം നമ്മൾ ദൈവസന്നിധിയിലെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ കൂടെ പ്രാർത്ഥിപ്പാൻ നമ്മൾ സമർത്ഥന്മാരാകണം. നമ്മൾ അതിനുവേണ്ടി കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ യോഹന്നാൻ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം. 16-ാം അധ്യായം 8-9 വാക്യം. പരിശുദ്ധ ആത്മാവ് വന്നിട്ട് പാപത്തെ കുറിച്ച് എന്ന് പറയുമ്പോ മദ്യപാനം, പിടിച്ചുപറി, വ്യഭിചാരം, മിടക്കേണ്, അങ്ങനെ തുടങ്ങി ലോകത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പാപമാണ്. ഒപ്പം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമെന്ന് പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതും പാപമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച നമ്മെ യാത്ര ചെയ്യാതിരിക്കുന്നത് എവിടേക്ക്? അത്ഭുത പ്രകാശത്തിലേക്ക് യാത്ര ചെയ്യാതിരിക്കുന്നതും പാപമാണ് എന്ന് പരിശുദ്ധാത്മാവ് ബോധം വരുത്തുകയാണ്. ഈ നാളിൽ നമ്മുടെ യാത്ര എങ്ങോട്ടായിരിക്കണം? സ്തോത്രം, ദൈവസന്നിധി അത്ഭുത പ്രകാശത്തിലേക്കായിരിക്കണം. ഹല്ലേലൂയ.
വെളിപ്പാട് ദിവസം വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവൻ കുഞ്ഞാടതിന്റെ വിളക്കാണ്. അവിടെ രാത്രിയില്ല, അവിടെ ഇരുട്ട് ഒട്ടുമില്ല. അത് അത്ഭുത പ്രകാശമാണ്. അത്ഭുത പ്രകാശമാകുന്ന ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം നമ്മെ വിളിച്ചത് അന്ധകാരം നിറഞ്ഞ കൂരിട്ട് നിറഞ്ഞ ഈ ഭൂമിയിൽ നിന്നാണ്, ഈ ലോകത്തിൽ നിന്നാണ്. ആകെ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പ് വരുത്തുകയും അപ്പോൾ തന്നെ നമ്മുടെ വായിലെ വാക്ക് ഊവെന്നാണോ ഊവെന്നാണോ അതോ ഇല്ല എന്നാണോ തിരിച്ചറിയേണ്ട ബോധവൽക്കരണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പറയാണ്, തിരുവെഴുത്തും ദൈവശക്തിയും തിരിച്ചറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? തെറ്റിപ്പോവുക. തിരുവെഴുത്തും ദൈവശക്തി തിരിച്ചറിയാത്ത തെറ്റിപ്പോവുക. അതുകൊണ്ട് ദൈവവചനത്തിന്റെ തിരുവെഴുത്തിന്റെ തിരിച്ചറിവ്, ദൈവശക്തി നമ്മൾ ഈ നാളുകൾ തിരിച്ചറിയണം. തിരിച്ചറിയാൻ വേണ്ടി ദൈവം നമ്മെ ഒരുക്കിയിരിക്കുക. തിരിച്ചറിയാൻ വേണ്ടി ദൈവം നമ്മെ ആയുസ് തന്നിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. വായിക്കുമ്പോൾ പരിശുദ്ധനാമത്തിന്റെ പാപത്തെക്കുറിച്ച്, അടുത്ത നീതിയെക്കുറിച്ച്. ഏത് നീതിയെക്കുറിച്ച്? ലോകത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നീതി മാത്രമല്ല, അതിനുപരിയായി സ്വർഗത്തിലെ ദൈവം ഉദ്ദേശിക്കുന്ന നീതിയാണ്. ഏത് നീതി? ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. ദൈവരാജ്യം നീതിയാണ്. അവിടെ സമാധാനമാണ്, അവിടെ സന്തോഷമാണ്, പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. സ്വർഗരാജ്യത്തിലെ നീതിയെ കുറിച്ച് വെളിപ്പെടുത്തി തരാനാണ് പരിശുദ്ധാത്മ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിലെ നീതിയെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ ഇടപെടുന്നത്. ഒന്നാമതായി ഇടപെടുന്നത് പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ വേണ്ടി. രണ്ടാമതായി ഇടപെടുന്നത് സ്വർഗത്തിലെ നീതി വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ഒന്നാമതായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് നമ്മുടെ പാപത്തെ കുറിച്ച് ബോധം തരുവാൻ. രണ്ടാമതായി ഇടപെടുന്നത് സ്വർഗത്തിലെ നീതി വെളിപ്പെടുത്തി തരുവാൻ. ഇവ കാര്യങ്ങൾ നമ്മള് തിരിച്ചറിവ് പ്രാപിപ്പാൻ തക്കവണ്ണം തിരുവചനം ആധികാരികമായി വായിക്കുവാൻ, തിരുവചനം ഗ്രഹിച്ചറിയേണ്ടത് കൂട്ടായ്മ ആചരിക്കുവാൻ, തിരുവചനം ദൈവശക്തി അറിയേണ്ടത് കൂട്ടായ്മ ആചരിച്ച് ദൈവവചനം കേട്ട് പഠിക്കുവാൻ നമ്മുടെ മനസ്സ് ഒരുക്കപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അനേകർ പറയാറുണ്ട്, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. വീട്ടിൽ നിന്ന് എന്ത് പ്രാർത്ഥിക്കും? വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും എന്ന് വിശ്വസിക്കുന്നവർ അവരുടെ തലമുറകൾ എന്ത് ചെയ്യരുത്? സ്കൂളിൽ പഠിക്കാൻ വിടരുത്. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവർ അവരുടെ തലമുറകളെ എന്ത് ചെയ്യരുത്? സ്കൂളില് പഠിക്കാൻ വേണ്ടി അയക്കരുത്. സ്കൂളിൽ പഠിക്കാൻ വളരെ സുഖമായി അയക്കുന്നതെങ്കിൽ മാതാപിതാക്കളെ വിദ്യാർത്ഥികളെ ഒത്തുചേർന്ന് ആരാധനയുള്ള സമയങ്ങളിൽ ആരാധനാലയത്തില് വേദപുസ്തകം എന്ന പാഠപുസ്തകമായിട്ട് എത്തിച്ചേരണം. വേദപുസ്തകം എന്ന പാഠപുസ്തകമായിട്ട് എത്തിച്ചേരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പാഠപുസ്തകം പഠിക്കുന്നത് പിശാചൊരുക്കുന്ന പരീക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടിയാണ്, ജയിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മൾ വിദ്യാർത്ഥികളാകുന്ന പാഠപുസ്തകം സ്കൂളിൽ പോയി പഠിക്കുന്നത് സ്തോത്രം അതിന് മേലധികാരികൾ കൊടുക്കുന്ന പരീക്ഷ ജയിക്കാൻ വേണ്ടിയാണ്. ആ ചോദ്യ പേപ്പറിന് ചോദ്യത്തിന് ഉത്തരം എഴുതി ജയിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ ബൈബിൾ എന്ന പാഠപുസ്തകം പഠിക്കാനുള്ളത് ഈ ലോകത്തിന്റെ പ്രഭു നമ്മെ പരീക്ഷിക്കും. യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചവൻ നമ്മുടെ ജീവിതത്തിന് പരീക്ഷകനായി വരും. യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചവൻ നമ്മുടെ ജീവിതത്തിന് പരീക്ഷകനായി വരും. യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലത് ദുഷ്ടത ഈ ലോകത്തിന്റെ ദൈവം അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അതെ പ്രഭു പരീക്ഷിച്ചത് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ കൊണ്ടാണ്. പ്രൈസല്ലോ. അതിനെല്ലാത്തിനും യേശു ക്രിസ്തു മറുപടി കൊടുത്തത് സ്വർഗത്തിലെ കാര്യങ്ങൾ കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഇത് രണ്ട് പരീക്ഷയുണ്ട്. സ്തോത്രം. ഒന്ന് ലോകപ്രകാരമുള്ള പരീക്ഷ, മറ്റൊന്ന് ഈ ലോകത്തിലെ ദുഷ്ടതയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷ. പരീക്ഷകൻ അടുത്തു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. അതിനെ ജയിക്കുവാൻ നമ്മൾ തിരുവെഴുത്തുകളെ കുറിച്ച് തിരിച്ചറിവ് പ്രാപിക്കണം. അത് പ്രാപിക്കാൻ വേണ്ടി ആലയത്തിൽ പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. വീട്ടിൽ നിന്ന് വായിച്ചാലും വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ അത് മാത്രം പോരാ. വീട്ടിൽ നിന്ന് വായിക്കണം, വീട്ടിൽ പ്രാർത്ഥിക്കുകയും വേണം. ഒപ്പം ദൈവാലയത്തിൽ സ്തോത്രം കൂട്ടായ്മ സ്ഥലത്ത് കടന്നുപോയി ദൈവവചനം കേൾക്കുവാൻ, ദൈവവചനം വായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമ്മൾ സാമർഥ്യമുള്ളവരായി മാറണം. ക്രൈസ്തലോ. എങ്കിൽ മാത്രമേ ഉവെന്നും ഉള്ളത് എന്നും ഇല്ലാത്തത് ഇല്ല എന്ന് ഗ്രഹിച്ച് അറിയാൻ സാധിക്കത്തുള്ളൂ. ക്രൈസ്തലോ. ഇല്ലെങ്കിൽ ഇല്ലാത്തവരുണ്ടെന്നും
ഉള്ളതിന് ഇല്ല എന്ന് തിരിച്ചറിയേണ്ടി വരും. ആ തിരിച്ചറിവ് ദൈവികമല്ല, ആ തിരിച്ചറിവ് പൈശാചികമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു വാക്യം അവരോട് ചേർത്ത് വായിക്കാം. ആമേൻ, സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം സ്തോത്രം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തു നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? അങ്ങനെ പറയുന്നത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ യേശുക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു നമ്മൾ ഇല്ല എങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാൻ കഴിയും. കർത്താവ് എന്നിലേക്ക് വരും, ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് അന്ന് എന്നിലേക്ക് വരുവാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ കഴിയും, കർത്താവ് അങ്ങ് എന്നിലേക്ക് വരണം. പക്ഷെ കർത്താവിനെ ഇല്ലാതിരിക്കെ ഉണ്ടെന്നാണ് ഉള്ള ധാരണയെങ്കിലോ അത് വ്യാജമാണ്, അത് കള്ളമാണ്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന് പ്രസാദമല്ല. കർത്താവിനിൽ ഉണ്ടായിരിക്കെ ഇല്ലാതിരിക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ദുഷ്ടനിൽ നിന്ന് വരുന്ന വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. അത് ദുഷ്ടനിൽ നിന്ന് വരുന്ന വാക്കാണ്.